വേവ് വാട്ടർ എന്ന് പറയുന്ന പോലെ ആ സാധനം എല്ലാം കൊടുക്കുക. ഇത് പഴയ കാലത്ത് അതാണ് കൊടുത്തിരുന്നത്. ഇപ്പോഴല്ലേ അതിന് ട്രിപ്പൊക്കെ ഇടാൻ തുടങ്ങിയത്. പിന്നെ പണ്ടും ട്രിപ്പ് ഇട്ടിരുന്നു എന്ന് ഉള്ളതിന് ചെറിയ തെളിവുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. സദ്യക്ഷീണോ ഹി സദ്യോ വൈ തർപ്പണേനോ വജീയതേ എന്ന് ചരകം സൂത്രസ്ഥാനത്തിൽ പറയുന്നുണ്ട്. സുശ്രുതനല്ല. പെട്ടെന്ന് വന്നാൽ ഫ്ലൂയിഡ് നഷ്ടമാവുകയാണെങ്കിൽ ഫ്ലൂയിഡ് കൊടുക്കണമെന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊള്ളിക്കഴിഞ്ഞാൽ പൊള്ളലിലും മറ്റും ആ ദ്രവ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് പ്ലാസ്മ കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ദ്രവ്യം കൊടുക്കണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബേണാണ് ഇപ്പം പറഞ്ഞത്. ആ ഏറ്റവും കൂടിയ ഇത് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഉണങ്ങാൻ പറ്റിയതും പെട്ടെന്ന് കുറയാൻ പറ്റിയതും നല്ല ചുണ്ണാമ്പ് തെളിയെടുത്ത് വെളിച്ചെണ്ണയും ചേർത്ത് അടിച്ച് പതച്ച പദധാര പോരുക. പെട്ടെന്ന് കുറയും. തേനൊക്കെ കുറച്ചേ കുറയുള്ളൂ, ഇത് പെട്ടെന്ന് കുറയും. കോഴിനെയ്യ് നല്ലോണം കുറയും. കോഴിനെയ്യിൽ സംഭവിക്കുന്നത് അണുക്കൾ വരുന്നതിന് മുമ്പ് പ്ലാസ്മ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആയുർവേദം അനുസരിച്ച് സാധനങ്ങൾ ഉള്ളിൽ കൊടുക്കണമെന്നില്ല, ദേഹത്ത് പരട്ടിയാലും മതി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അന്നാഹാരം കഴിക്കാത്ത കുട്ടിക്കാലത്ത് അമ്മമാർ ഞവരയുടെ ചോറ് കുറുക്കി തേക്കുന്ന കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റാഗി കുറുക്കി തേക്കുന്ന കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ശോന ആ തേക്കുന്ന കുട്ടികൾ പെട്ടെന്ന് കൊഴുക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതിന് ടിൻ ഫുഡൊന്നും കൊടുത്തിട്ടില്ല. കാരണം തൊലി വലിച്ചു കയറ്റും വേണ്ടത്ര സാധനം. കാരണം അകത്തു നിന്ന് 4, 100, 1000, ലക്ഷം എന്ന കണക്കിനാണ് സിരകൾ പോഷണം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതെന്ന് സുശ്രുതൻ പറഞ്ഞിട്ടുണ്ട്. അസംഖ്യേയാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അതിൽ കൂടെ തന്നെ വേണ്ടത് അകത്തേക്ക് കയറും. അപ്പോൾ ആ നിലയിൽ കോഴിയുടെ നെയ്യ് ഇത് പ്ലാസ്മയോട് വളരെ അടുത്തിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് കനത്തിൽ പരട്ടി കൊടുത്താൽ നമുക്ക് ആ പോയ പ്ലാസ്മ, അതായത് ത്വക്കിനെ 7 കലകളുണ്ട്, 7 കലകളും ത്വക്കിൻ്റെ പൊള്ളി 7 അടർത്തിയെടുക്കാം. മനുഷ്യൻ്റെ തൊലി തന്നെ 7 കലകളും പൊള്ളി അതിനകത്ത് പ്ലാസ്മയും പൊള്ളി കഴിഞ്ഞു വരുമ്പോൾ പ്ലാസ്മ പുറത്തുനിന്ന് കൊടുക്കുന്നതിന് തുല്യമായി ഇത് കിട്ടും. വളരെ എഫക്റ്റീവാണ്. റോസപ്പൂവിൻ്റെ ഇതൾ തേനിൽ, മുക്കുറ്റി കുരുമുളക്, തന്നെ വളരെ വളരെ കൂടുതലാണെങ്കിൽ ചുമയോട് കൂടിയതാണെങ്കിൽ തെങ്ങിൻ്റെ പഴുത്ത മടൽ വാട്ടിപ്പിഴിഞ്ഞ് ജീരകം വറുത്ത് കൽക്കണ്ടം ചേർത്ത് ഒക്കെ കൊടുത്താൽ ഈ സാധനം പെട്ടെന്ന് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, എല്ലാം കൂടെ വേണ്ട. റോസപ്പൂവിൻ്റെ ഇതൾ, തുമ്പപ്പൂവ്, മുല്ലപ്പൂവ്, ശ്വാസം മുട്ടലുമായി ചേർന്ന് വരുന്ന എല്ലാ ക്യാൻസറിലും ഈ 3 കൂടെ കൊടുത്താൽ, ഈ 3 പൂക്കൾ അരച്ചു കൊടുത്താൽ ക്യാൻസറും ശമിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ്. തുമ്പപ്പൂ, മുല്ലപ്പൂ, റോസപ്പൂ. പൂക്കളിലെ ഏറ്റവും ഫലപ്രദമാണ് ഈ 3 പൂക്കൾ. മുല്ലപ്പൂ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പുതിയൊരു വെറൈറ്റി വന്നിട്ടുണ്ടല്ലോ, അത് വാങ്ങരുത്. രാസവളവും കീടനാശിനിയൊക്കെ അടിച്ച് പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട്. റോസപ്പൂ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അവരത് പനിനീർ റോസ് തന്നെ ആയിരിക്കാം. മുക്കുറ്റിയും കുരുമുളകും കൊടുക്കുമ്പോൾ കഫക്കെട്ട് പുറത്ത് ഇത് നിൽക്കും. തെങ്ങിൻ്റെ പഴുത്ത മടൽ കൊടുക്കുമ്പോൾ ചുമ നിൽക്കും. ഉപ്പ്, ഇന്ദുപ്പ് കടുകെണ്ണയിൽ ചാലിച്ച് നെഞ്ചത്തിട്ട് കഴിയുമ്പോൾ ആ തണുപ്പങ്ങ് മാറും.
അങ്ങനെ ശമിപ്പിച്ചു കൊണ്ടുവരാം. പിന്നെ അണുനാശകങ്ങളായ ഔഷധങ്ങൾ, കടലാടി മുതലായതും കൊടുക്കുക. ഞാനൊരു മരുന്ന് പറഞ്ഞു, ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു കീഴാർനെല്ലിയുണ്ട്, വളരെ നല്ലതാണ്. നല്ല കൃത്യമായി ഉണ്ടാക്കിയ വാശാഗുളൂച്യാദി കഷായം, വാശാഗുളൂച്യാദി കഷായം, ഹംസമണ്ടൂരം അല്ലെങ്കിൽ പുനർനവാ മണ്ടൂരം അല്ലെങ്കിൽ മണ്ടൂര വടകം, ഏത് കിട്ടിയാലും കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി ലേഹ്യം, ആർദ്രക ഗുളം അല്ലെങ്കിൽ ഇഞ്ചി ലേഹ്യം, ഇത് രണ്ടും കൂടെ കൊടുത്താൽ സാധാരണഗതിയിൽ HbSAgയുടെ കൗണ്ട് കുറഞ്ഞു വന്ന് നോർമലാവും. അതിൽ വാശാഗുളൂച്യാദിയിൽ വാശയും ഗുളൂചിയും ഒക്കെ ഉണ്ടായിരിക്കണം, അതാണ് നിർബന്ധമുള്ളത്. ക്ലിയർ? ഇഞ്ചിയും വെണ്ണയും കൂടെ അരച്ചും കൊടുക്കാം. ഞാനൊന്ന് സൂചിപ്പിച്ചു. ഓ, ഇഞ്ചിയും വെണ്ണയും കൂടെ അരച്ച് അല്പം നാവിലേക്കും കൊടുത്താൽ ആ നെഞ്ചുകുത്തൽ അന്നേരം നിൽക്കും. അത് കഴിഞ്ഞ് സമാധാനമായി കഴിഞ്ഞാൽ മെല്ലെ ബലാതൈലം അല്പം കൊടുക്കുക. ബലാതൈലം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, തൈലം ഏത് കൊടുക്കുമ്പോഴും മലം താന്ന് കിടക്കുന്ന പ്രകൃതമാകരുത്, ദഹനം കുറയും. അതൊന്നും ശ്രദ്ധിച്ചോണം, മലം ശ്രദ്ധിക്കണം. അത് പോരെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങളിപ്പം ബോർഡ് വെച്ചിട്ടുണ്ട്, മലമല്ല പരിശോധിക്കേണ്ടത്, വായിൽ കൂടെ പോകുന്നതാണ് പരിശോധിക്കേണ്ടത്. ആയുർവേദ ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ ഫണ്ടമെൻ്റലിൽ ഏറ്റവും പ്രധാനമാണ് എന്നുള്ള ഇത് മറന്നുപോകരുത്. കാരണം ധാതുക്കളെ, ദോഷങ്ങളെ, ധാതുക്കളെ, മലത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. മലം ശ്രദ്ധിക്കാൻ ഇന്ന് വളരെ പാടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ പുതിയ ജീവിത രീതി, രോഗി തന്നെ മലം കാണുന്ന ഒരവസ്ഥയിലല്ല. രോഗിയോടൊക്കെ ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് മലം ഇരിക്കുന്നത്, അതിന് ഞാൻ കാണാറുണ്ടോ എന്നുള്ള മട്ടിലാണ്. അപ്പം അങ്ങനെ വരാതെ ശരിയായ രീതിയിൽ മലം പോന്ന് നോക്കിയാൽ വയറിൻ്റെ അറിയാം, അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഇത്, അതിലുള്ള സ്റ്റീറോൾ, മറ്റുള്ള സാധനങ്ങൾ. ഒന്നാമത് താഴെ എത്തുന്നതിനുള്ളിൽ അതിൻ്റെ അകത്തുനിന്ന് ദഹിച്ച് കയറുന്ന പദാർത്ഥങ്ങൾ, ദഹിക്കാതെ പോകുന്ന വസ്തുക്കൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലറിയാം. അത് പഞ്ചകർമ്മയിൽ വിരേചനവും മറ്റും ചെയ്യുമ്പോൾ അതിൻ്റെ വേഗങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകേണ്ടതാണ്, വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ എണ്ണ കൊടുക്കാനും പേടിക്കണ്ട, അല്ലെങ്കിൽ എണ്ണ കൊടുക്കരുത്. ഇത്രയൊന്ന് സൂക്ഷിച്ചാൽ ഏറ്റവും പെട്ടെന്ന് വയലൻസ് നിർത്താവുന്ന സാധനങ്ങളിൽ ഏറ്റവും നല്ല സാധനങ്ങളിലൊന്ന് ഉമ്മമാണ്. ഉമ്മം കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കും. വെളുത്ത ഉമ്മത്തിൻ്റെ വേരും പിന്നെ ശമതയുടെ വേരും കൂടെ അരച്ച് കൊടുത്താൽ വയലൻസ് നിൽക്കും. കരിക്കും വെള്ളത്തിൽ വളരെ ഫലപ്രദമാണ്. അത് വളരെ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ അത്ര വലിയ വയലൻസ് ഒന്നുമില്ല, ഉത്കണ്ഠയും സംഘർഷവും ഒക്കെ ആണെങ്കിൽ ത്രിഫല ചൂർണവും ഭാസ്കര ലവണവും ചേർത്ത് കൊടുത്താൽ. അതിൽ സൂക്ഷിക്കേണ്ടത്, ഇപ്പം ഒരു 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ ആര് ചികിത്സയ്ക്ക് വന്നാലും ആ യോഗം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അര സ്പൂൺ, മറ്റത് 1 സ്പൂണും ചേർക്കുക. വളരെ ഫലപ്രദമാണ്. മറ്റേ ത്രിഫലാചൂർണവും ഭാസ്കര ലവണവും ഏത് രോഗത്തിനായിക്കോട്ടെ 40 വയസ്സുകാരി മുതൽ അങ്ങോട്ടൊരു 50-60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ വന്നാൽ ത്രിഫലയും ഭാസ്കര ലവണവും കൊടുത്താൽ ഏത് രോഗത്തിനായാലും റിസൾട്ട് കിട്ടും. സ്ത്രീകൾക്ക് എഴുതുന്ന കുറിപ്പിൽ അത് ഉണ്ടാകുക എന്ന് പറയുന്നത് ചില പഴയ വൈദ്യന്മാരുടെ കുറിപ്പുകളിൽ അങ്ങനെ അപൂർവമായി കണ്ടിട്ടുണ്ടാവും. അന്ന് അപൂർവമായി മതി, ഇന്ന് സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ടാണ് പറയാത്തത്. മെനോപോസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഹോർമോണുകളെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, എന്നെ വീട്ടുകാർക്ക് വേണ്ട എന്നുള്ള തോന്നൽ, ഇങ്ങനെയുള്ളതായ തോന്നൽ വരുന്നത് മെനോപോസ് സിൻഡ്രോമിൽ വളരെ കൂടുതലാണ്. മെനോപോസ് സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ പറ്റിയ 2 മരുന്നുകൾ, ഒന്ന് ത്രിഫലയും ഭാസ്കര ലവണവും ഒന്നിച്ച്, 2 ദശമൂല അരിഷ്ടവും
അശോകാരിഷ്ടവും കൂടി ഒഴിച്ച്. അശോകാരിഷ്ടം അശോകത്തോലൊക്കെ എടുത്തതായിരിക്കണം. അപ്പോൾ അങ്ങനെ കൃത്യമായി കൊടുക്കുമെങ്കിൽ മെനോപോസ് സിൻഡ്രോം കൺട്രോളിലാവും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 20 വയസ്സിൽ താഴെ മെനോപോസ് സിൻഡ്രോം ഉണ്ടാകുന്നുണ്ട്. അതാണ് സ്ത്രീകളുടെ വന്ധ്യതകളിൽ മുഖ്യ പ്രശ്നം. മെൻസസ് നേരത്തെ നിന്ന് പോവുക, മെനോപോസ് നേരത്തെയാകുക. കാരണം ജീവിതം ഒരു 8-9 വയസ്സിൽ തുടങ്ങി. കുടുംബജീവിതം 8 വയസ്സ് 9 വയസ്സാകുമ്പോൾ നിയമത്തിന് വെളിയിൽ തുടങ്ങി. അങ്ങനെ തുടങ്ങി ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക് വാർദ്ധക്യമായി. അങ്ങനെ മെനോപോസ് ആയിട്ടുള്ള പെൺകുട്ടികൾ വളരെ കൂടുതലുണ്ട്. കുട്ടികളുണ്ടാകാത്തത് പലതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെനോപോസ് സിൻഡ്രോമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരുപാട് കേസ്, ഏതാണ്ടൊരു 20 വയസ്സിനുള്ളിൽ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം തന്നെ കേരളത്തിൽ വളരെ കൂടുതലാണ്. കേരളത്തിൽ വളരെ കൂടുതലാണ്. അതിന് നല്ലൊരു ശതമാനവും ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളാണ്. അതിൻ്റെ നല്ലൊരു ശതമാനത്തിൻ്റെയും കാരണം അവർ അണ്ടം ഓരോ 28 ദിവസവും എടുത്ത് വിറ്റതിൻ്റെ വകയാണ്. നല്ല കാശാണ്. കേരളത്തിൽ നിന്ന് പോകുന്ന ബ്രാഹ്മിൻസ്, വെള്ള നിറമുള്ളവർ, ഇവരുടെയൊക്കെ അണ്ടത്തിന് വലിയ വലിയ വിലയാണ്. സങ്കല്പിക്കാൻ പറ്റാത്ത വിലയാണ്. 1980 മുതൽ ഈ കച്ചവടം നടക്കുകയാണ്. നല്ലൊരു ശതമാനവും ഒരു 25 വയസ്സാകുമ്പോഴേക്ക് മെൻ്റലാവും. കുറേ എണ്ണം മെനോപോസിലെത്തും. കുറേ എണ്ണം ഓവറിയും യൂട്രസും റിമൂവ് ചെയ്യേണ്ട ഗതിയുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ വൈദ്യന്മാരെന്നുള്ള നിലയിൽ അന്വേഷിക്കുകയും പഠിക്കുകയും അതൊരു സാമൂഹ്യ നീതിയുടെ വെളിച്ചത്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ സംഘടിതമായി ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ വിഷയങ്ങളാണ് അതെല്ലാം. കൃത്യമായ അറിവില്ല പറഞ്ഞാൽ, അല്ലാതെ ഊഹമല്ല പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞെട്ടലായിരിക്കും ഉണ്ടാകുന്നത്. ഇത് കൃത്യമായി അറിയുന്നതാണ്. അവിടുത്തെ ക്ലിനിക്കുകളും അറിയുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വെള്ളരിക്കായുടെ കുരുവ് വെള്ളരിയുടെ തന്നെ നീരിൽ അരച്ചങ്ങ് പുരട്ടിയാൽ ആദ്യം ഒരു തളരങ്ങ് തള്ളിപ്പോകും. പക്ഷെ അത് ആദ്യം ഒരു തള്ളലേ പോകുള്ളൂ. ക്ഷീരബല 101 ആവർത്തി മെല്ലെ തടവി കൊടുക്കുക, അല്പം കഴിക്കുക. ഉദാവർത്ത ചികിത്സ, അതായത് സപ്തസാരം, അതുപോലെ ചിരുവില്ലുവാതി, ഇതൊക്കെ കൊടുത്താൽ ആ അപാനവായു താഴോട്ടാവും. അപാനൻ്റെയാണ്. കിഡ്നി പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപാനവായുവിൻ്റെയും ഡെഫിക്കേറ്റിംഗ് സെൻറ്ററിൻ്റെയുമാണ്. കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കൽ ഒരു പരിഹാരമല്ല. കാരണം കിഡ്നിയോട് ബന്ധപ്പെട്ടതല്ല പല കിഡ്നി ഡിസീസ്, ബ്രെയിനോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മുട്ടയുടെ വെള്ള, എള്ളെണ്ണ, കദളിപ്പഴം, വെണ്ണ. ഹോമിയോ ഡോക്ടർമാർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കാന്താരി സമോണിയം കാർബ് 680 1 hour ഇൻ്റർവൽ 100% റിസൾട്ട് കിട്ടും. രണ്ടിനും കിട്ടും. ആയുർവേദത്തിനും കിട്ടും, അതിനും കിട്ടും. സംശയമില്ല. ഡയാലിസിസ് മാറ്റിയെടുക്കാം. എത്രയായിട്ടുണ്ട്? ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യുന്നത്, ആഴ്ചയിൽ 1 ഡയാലിസിസ് ചെയ്യുന്നത് 11 രോഗികളെ അവർ അത്രയും ആസ്പത്രിയിൽ കിടത്തി ഡയാലിസിസ് നിർത്തി. പക്ഷെ ക്രിയാറ്റിൻ ചിലതിന് 3 ഉണ്ടാവും, ചിലതിന് 2.5 ഉണ്ടാവും. അത് പിന്നെ താഴുമെന്നൊന്നും അത്ര വേഗം വിചാരിക്കേണ്ട. അതുകൊണ്ട് കിഡ്നി ഇപ്പോഴും ഇമ്പയർമെൻറ്റിലാണ് എന്ന് പറഞ്ഞങ്ങ് വിടുക. മാന്യമായ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചോളാൻ പറയുക. മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്കാൻ പറ്റും. വെളുത്ത എരിക്കിൻ്റെ കറ മെല്ലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ സാധനം പോയി ഊരിപ്പോരും. പിന്നെ ദേഹത്തിൽ മൊത്തം ആണി വരുന്നതിന് നിങ്ങൾ പറഞ്ഞ ആ ചികിത്സാ കൗതുകത്തിലൊരു കോഴിപ്പൊടിയുണ്ട്, കഞ്ചാവും ഒക്കെ വെച്ച് ഉഗ്രം മരുന്നാണ്. അതാണിക്ക് മാത്രമല്ല, മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസ് അതിന് 100% ഫലപ്രദമാണ്. കേരളത്തിലൊരു 12ഓളം കുട്ടികൾ മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസിൽ നിന്ന് ആ മരുന്ന് കഴിച്ച് മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുണ്ടാക്കി കൊടുക്കാൻ പോകരുത് കഞ്ചാവാണ്. എങ്ങനെ വന്നാലും പിടിക്കും. നിങ്ങൾക്ക് കൊണ്ട് തരുന്നവൻ ഇന്ന വൈദ്യനാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ അറിയിക്കും. അതിന് അവന് കമ്മീഷൻ. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് എന്നെയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞൊരു വൈദ്യൻ, പ്രഗത്ഭനായ ഒരാൾ
ഇതുണ്ടാക്കി കൊടുക്കാനേറ്റു. 3-4 ആഴ്ച അയാളുടെ ആശുപത്രിയിൽ നിന്ന് പോലീസ് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ മണ്ടത്തരം ഒന്നും കാണിച്ചേക്കരുത്, എഴുതി കൊടുത്തേക്ക്. ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കൊടുക്കുക, നല്ല നീറ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യേണ്ടത് കോഴിയുടെ അശടും ഇതുമെല്ലാം കളഞ്ഞ്, തൊലിയെല്ലാം കളഞ്ഞ് കീറി അതിനകത്ത് വെച്ച് തുന്നി ഒരു കലത്തിനകത്ത് വെള്ളം ഗോമൂത്രം ഒഴിച്ച് കോല് പാകി അതിൻ്റെ മുകളിൽ കോഴിയെ വെച്ച് വേറൊരു കലം കൊണ്ട് അടച്ച് ശീലമൺ ചെയ്ത് അടിയിൽ നിന്ന് തീ കത്തിക്കുക. അടിയിൽ ചാരം ചൂടുമ്പോൾ ഗോമൂത്രം പറ്റും. അപ്പോൾ സാധനം എടുക്കുക, ഇടിച്ച് ചതച്ച് വെയിലത്തേക്ക് വയ്ക്കുക, പൊടിക്കുക, കൊടുക്കുക. നിങ്ങൾ 1-2 പേർക്ക് കൊടുത്തില്ലേ? ഫലപ്രദമല്ലായിരുന്നോ? നിങ്ങളവിടുന്ന് കൊടുത്തില്ലേ? 2-3 പേർക്ക് കൊടുത്തില്ലേ? വളരെ ഫലപ്രദമാണ്. ആണിയും പോവും, ദേഹത്തിൽ മുഴുവനുള്ള ആണിയായാലും പോവും. ആണി പോവും, ഇത് പോവും. പക്ഷെ ഇത് ചൂടാണ്. ആണിക്ക് ചൂട് കഴിക്കരുതെന്നാണ്. പക്ഷെ ഭക്ഷണത്തിൽ കാപ്പിയരുത്, കപ്പയരുത്, ഒന്നും അരുത്, കർപ്പൂരം അരുത്. അതുപോലെ മൾട്ടിപ്പിൾ ന്യൂറോഫൈബ്രോമറ്റോസിസിൽ നിങ്ങളിത് കൊടുക്കുമ്പോൾ സ്രാവിൻ്റെ നെയ്യ് അല്ലേ, സ്രാവിൻ്റെ നെയ്യല്ലേ, അത് കഴിക്കാനും ഉണ്ട് പുരട്ടാനും ഉണ്ട്, ഇല്ല, രണ്ടും ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ പോകും. 100% ഫലപ്രദം. ഓർഗാനിക് ടോക്സിൻ, അതായത് വിഷം കുടിച്ച് പെട്ടെന്ന് വരികയാണെങ്കിൽ അങ്ങനെയുള്ള വിഷം എമർജൻസി മാനേജ്മെന്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോൾ അങ്ങനെ അറിയാത്ത ഒന്നിനു വേണ്ടി മരുന്ന് കൊടുത്ത് രോഗി, കേരളത്തിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്, മെല്ലെ ബോധം വെച്ച് വരുന്നത്. ആദ്യം ഒന്ന് ചെറുതായി ബോധം വെച്ച് വന്നപ്പോൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഉണ്ടെന്ന് അവരുടെ ബന്ധുക്കളും കുറേ ഡോക്ടർമാരുടെ ഒരു സെറ്റും ഒക്കെ അവരോട് പറഞ്ഞു. അതനുസരിച്ച് അവരവിടെ എത്തി ഏറ്റപ്പോൾ സ്വാഭാവികമായി മറ്റേ മരുന്ന് നിർത്തിയേക്കാൻ പറഞ്ഞു. കഴിഞ്ഞിപ്പോൾ അവരുടെ ചികിത്സ കഴിഞ്ഞു, വീണ്ടും വിട്ടപ്പോൾ ഇപ്പോൾ മരുന്ന് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 5 കൊല്ലോ 6 കൊല്ലോ ആയി കേരളത്തിൽ ഒരു തള്ളയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് അച്ഛനും മകനും കൂടി തള്ളയ്ക്കുള്ള മരുന്നിൽ വിഷം ചേർത്തു. വളരെ ക്രോണിക് വിഷമായിരുന്നു. ആ ഔഷധിയുടെ മരുന്നാണ് ഡോക്ടർ കുറിച്ചതെന്നുള്ളത് കൊണ്ട് ഡോക്ടർ ചെന്ന് ആ മരുന്നെടുത്ത് കുടിച്ചു. തള്ള മരിച്ചുപോയി. ഡോക്ടർ അന്ന് വീണതാണ്. അദ്ദേഹം ചികിത്സയിലുണ്ട്. അത് മരുന്ന് കഴിച്ച് മെല്ലെ ഇപ്പം ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് അത്ര ക്രോണിക്കാണെങ്കിലും കയറിപ്പോരുമ്പം തന്നെയാണ് വിശ്വാസം. വിഷങ്ങളിലെല്ലാം പ്രതിവിഷം, വിഷം ഇന്നതാണെന്ന് അറിഞ്ഞാൽ ആയുർവേദത്തിൽ എല്ലാത്തിനും പ്രതിവിഷമാണ്. അതിനൊരു നിങ്ങൾ നിഘണ്ടു എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രതിവിഷം എന്ന് പറയുന്നത് പറയാത്ത ഒരു കേസില്ല. പിന്നെ അതിന് എനിക്ക് തോന്നുന്ന വിഷഗ്രന്ഥങ്ങൾ എടുത്ത് പഠിച്ചാൽ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ വിഷങ്ങളുടെ പ്രതിവിഷങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഒരുമാതിരി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന മലയാളത്തിലുള്ളൊരു പുസ്തകം എനിക്ക് തോന്നുന്ന ക്രിയാകൗമുദിയാണെന്ന് തോന്നുന്നു. സെയിം മേനോൻ്റെയാണ്. ക്രിയാകൗമുദി സെയിം മേനോൻ്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വർക്കാണ്. അതിനകത്ത് ഒരു അനുബന്ധത്തിൽ ഓരോന്നിനും, ഇപ്പം ചക്കയ്ക്ക് ചുക്ക്, മാങ്ങയ്ക്ക് തേങ്ങ, ഇങ്ങനെ ഓരോ ഐറ്റത്തിനും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് റെഫർ ചെയ്യാവുന്നതാണ്. അതിൽ കുറേ വിഷം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിഷം തിരിച്ചറിയാതെ വരുമ്പോഴാണ് നമ്മൾ വിഷം വയ്ക്കുന്നത്. നീലയമരി നല്ലതാണ്, അങ്കോലം നല്ലതാണ്, അതെല്ലാം മാറി പരീക്ഷിച്ച് നോക്കുക. അങ്കോലം നല്ലത്, നീലയമരി നല്ലതാണ്. പിന്നെ കൈവിഷ പരിഹാരികൾ 2-3 ഉണ്ട്. നീലിമൂലാദി ഉണ്ട്, കൂളം വെച്ചുള്ളതുണ്ട്, അങ്ങനെയുള്ള പല യോഗങ്ങളുണ്ട്. അതൊക്കെ ഓരോ യോഗഗ്രന്ഥത്തിലുള്ളതാണ്. കോട്ടയ്ക്കലിൻ്റെ യോഗഗ്രന്ഥത്തിൽ നിന്നാണെന്ന് തോന്നുന്നു കൈവിഷ പരിഹാരി. അത് യോഗഗ്രന്ഥം പണ്ടാണെങ്കിൽ അവർ കോപ്പി എടുക്കാനായിട്ട് കൊടുത്തിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന യോഗം അനുസരിച്ച് കൊടുത്താൽ നല്ലതാണ്. ഇതിനേക്കാളൊക്കെ നല്ലതാണ് വിഷരസായനം. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വിഷരസായനം അത് 48 മണിക്കൂറോളം കൈയെടുക്കാതെ അരയ്ക്കണം. അതിൻ്റെ യോഗം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഏറ്റവും നല്ല യോഗമാണ്. യോഗം എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കാറില്ല, കാരണം കുറേ കാലമായിട്ട് ഉണ്ടാക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇരുന്ന് അരയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പണിക്കാരെ ഏൽപ്പിച്ചാൽ അത് ചിലപ്പോൾ ശരിയാവില്ല. ഡോക്ടർമാരിരുന്ന് അരയ്ക്കുന്ന സമയങ്ങളിൽ പറ്റും. അങ്ങനെയുള്ളൊരു സാധനമുണ്ട്, വിഷരസായനം എന്നാണ് അതിൻ്റെ പേര്. വളരെ ഫലപ്രദമാണ്. ഏത് ഇമ്മ്യൂണിറ്റി പ്രോബ്ലത്തിനും നല്ലതാണ്. വളരെയധികം ഫലവത്തായിട്ടുള്ളൊരു ഔഷധമാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗങ്ങൾ ആയുർവേദത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. തിരഞ്ഞെടുക്കുന്നതിലും കണ്ടുപിടിക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ടാണ്. പ്രതിവിഷം എന്ന് പറയുന്നത് അലർജി മുഴുവൻ അങ്ങനെയാണല്ലോ. കാരണം സുശ്രുതൻ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പുഷ്പങ്ങൾ കൊണ്ട്, ഗന്ധങ്ങൾ കൊണ്ട്, പൊടി കൊണ്ട്, ജീവികളുടെ പൊടി കൊണ്ട്
എന്നെല്ലാം പറയുന്നുണ്ട്. അസാൽമ്യജ കാസ ശ്വാസ എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു കഷായം ഉണ്ട്. അതായത് ചുക്ക്, ചുണ്ട, കണ്ടകാരി ചുണ്ട, then മഞ്ഞ നിറത്തിൽ പൂള്ള തകര, പൊന്നാൻ തകര, ഇതെല്ലാം ചേർത്തിട്ടൊരു കഷായമുണ്ട്. അതിൻ്റെ യോഗം വേണമെങ്കിൽ കൊടുക്കുക. അസാൽമജ കസാന്തക കഷായം എന്ന് പറഞ്ഞ ഒറ്റപ്പാലത്ത് മുമ്പ് വിഷത്തിന് വേണ്ടി മാത്രം കൊടുത്തിരുന്നതാണ്. ശ്വാസം മുട്ടലും നിൽക്കും, വളരെ ഫലപ്രദമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആയുർവേദത്തിൽ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളിൽ നമ്മളീ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത്തരം യോഗങ്ങൾ കിട്ടും. ഒന്നാമത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച സിലബസിന് വെളിയിൽ ഒന്ന് പരതിയാൽ ചികിത്സാരത്നം, ചികിത്സാ മഞ്ജരി, ചികിത്സാ നൂല്, ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കുറേ കിട്ടും. പിന്നെ കുറേ തമിഴ് ഗ്രന്ഥങ്ങളുണ്ട്, അവയിൽ ഒരുപാട് യോഗങ്ങളുണ്ട്. പിന്നെ ഏത് ബി പിക്ക് അന്നഭേദി സിന്ദൂരം പാവലല നീരിൽ അരച്ചം കൊടുത്താൽ ഇടിച്ചങ്ങ് താഴും. അതിന് വേറെ പണിയൊന്നും വേണ്ട, വെറും അന്നഭേദി സിന്ദൂരം. ഒരു കാരണവശാലും സർപ്പഗന്ധി കൊടുക്കരുത്, ആത്മഹത്യാ പ്രവണതയുണ്ടാവും. അത് മറന്നുപോകരുത്. ഇത് മതിയോ? ഞെരിഞ്ഞിലും കിഡ്നിക്ക് രോഗമുള്ളവർക്കാണെങ്കിൽ ഞെരിഞ്ഞിലും ഏലത്തരിയും കൂടെ പൊടിച്ചു വെച്ചിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുത്താൽ ബി പി താഴും. മുരിങ്ങയില ചോറിലിട്ടുണ്ടാൽ മാറും, മുരിങ്ങയിലയും വെള്ളുള്ളിയും കൂടെ കഴിച്ചാൽ മാറും. അപ്പോൾ വളരെ ഫലപ്രദമാണ്. മുരിങ്ങയില കർക്കിടക മാസത്തിൽ വരുമ്പോൾ മുരിങ്ങയില കൊടുക്കരുത്, വയറിളക്കം ഉണ്ടാകും, നിൽക്കില്ല. അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് ഇത്തരം ഔഷധങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ രാസ്നാതാമലയ്ക്കാതി കൃത്യമായി ഉണ്ടാക്കിയാൽ നല്ലപോലെ ബി പി താഴും. യോഗരാജ ഗുൽഗുരു നല്ലപോലെ ബി പി താഴും. ഗോഡ്സുര ഗുൽഗുരു കൃത്യമായി ബി പി താഴും, കണ്ണിൻ്റെ ബി പിയും താഴും. ഗോഡ്സുര ചൂർണം കണ്ണിൻ്റെ ബി പിയെ നോർമലാക്കി തരും. കണ്ണിൻ്റെ ബി പി ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ഗ്ലൂക്കോമ വളരെ ഫലപ്രദമാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്താലും ഒന്നോ രണ്ടോ പേർക്ക് പ്രയോഗിച്ച് കഴിയുമ്പോഴേ തലേ കയറും. പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. എഴുതിയെടുത്തത് നിങ്ങൾ കൊണ്ടുപോയി അട്ടത്ത് പോകും. പിന്നെ വരുമ്പോൾ നിങ്ങൾ ഈ പേപ്പർ എടുക്കാൻ പ്രയാസം വരും. അതിന് ചെയ്യേണ്ട ഒരു പരിപാടി, ദിവസവും രാവിലെ ഇത് സാധന പോലെ ഓർക്കുക, 2 രോഗികൾക്ക് കൊടുത്ത് തലയിൽ വരിക. അതാണ് എളുപ്പം. ഇപ്പോൾ ഇവർ അവിടെ കിടത്തി ചികിത്സ രോഗികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഓർമ്മയിൽ ഇപ്പം നിൽക്കും. ലോപിപ്പിക്ക് വസന്ത കുസുമാകര രസം സിദ്ധമകരത്വം തപ്പന്ന്. നമ്മൾ ഈ പറഞ്ഞ മരുന്നൊക്കെ എത്ര കാലം വേണേൽ കൊടുക്കാം, അങ്ങനെയൊന്നും ആവശ്യം വരില്ല. കാരണം വെച്ചാൽ അന്നഭേദി സിന്ദൂരവും പാവലല നീരും കൂടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നേന്ത്രവാഴപ്പോള നീരും കൊടുക്കുമ്പോൾ വ്യാനനാ ശരിയാകുന്നത്. വ്യാനൻ്റെ കോപമാ ബി പി, അല്ലാതെ ബി പി എന്നൊരു രോഗം ആയുർവേദത്തിലില്ല. ബി പി ഒക്കെ ആധുനികൻ്റെ കണ്ടെത്തലാണ്. ബി പി ആയിട്ടല്ല അതിനെ കാണുന്നത്. രക്തത്തിൽ സമ്മർദ്ദം വരുന്നത് വ്യാനൻ കോപിച്ചിട്ടാണ്. അപ്പോൾ വ്യാനകോപത്തിനുള്ള ഏത് മരുന്ന് കൊടുത്താലും, വ്യാനൻ പ്രാണൻ്റെ ഭാഗമാണ്. അത് കോപിക്കുമ്പോൾ പഞ്ചപ്രാണങ്ങളിലൊന്നാണ്. അത് കോപിക്കുമ്പോൾ പചനത്തിലാണ് പ്രശ്നം വരുന്നത്. വ്യാനൻ കോപിച്ചു കഴിഞ്ഞാൽ വേണ്ടത്ര പ്രാണവായുവിൻ്റെ സപ്ലൈ കുറയും. കാരണം ഹൃത്പത്മത്തിൽ നിന്ന് 101, അതിന് 100 വീതം ശാഖാനാഡികൾ, അവയ്ക്ക് 72,000 വീതം പ്രതിശാഖാ നാഡികൾ അതിനകത്ത് മുഴുവൻ സഞ്ചരിക്കുന്നത് കൊണ്ട് വ്യാപനോതി ഇതി വ്യാനഹ എന്ന് വ്യാന നിർവചനം. ആ വ്യാനൻ കോപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോധമുണ്ടാകുന്നു, കോപിക്കുന്നു. കോപിക്കുന്നതിന് എന്ത് ചെയ്യണം? പചിച്ച് കളയണം. പചിക്കാൻ എന്താണ് ഏറ്റവും നല്ലത്? അന്നത്തെ ഭേദിക്കുന്നവനായ അന്നഭേദിയെ കണ്ണുടച്ചു കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയാം. വായ്പുണ്ണിന് വളരെ എളുപ്പം. പനിക്കൂർക്ക ഇളനീരും തേനും കവിൾക്കൊള്ളുക, അകത്തേക്ക് കഴിക്കുക. കുറച്ച് തവിട് ശർക്കര ചേർത്ത് ഇടിച്ചു വെക്കുക, കഴിക്കുക. വൈറ്റമിൻ ബി കോംപ്ലക്സ് കൊണ്ടുള്ളതാണെങ്കിൽ തവിട് കൊണ്ട് ക്ലിയറാവും. മറ്റു തരത്തിലുള്ളതാണെങ്കിൽ പനിക്കൂർക്ക ഇളനീര് കൊണ്ട് ക്ലിയറാവും. വായിലും കൂടെ പുണ്ണുണ്ടെങ്കിൽ പിഞ്ചു കൂളക്കായുടെ മജ്ജ കൊണ്ട് ചെയ്യും.
ഗന്ധർവഹസ്തി കഷായത്തിൽ അഗ്നികുമാര രസം ഒരാഴ്ച കഴിച്ചാൽ വേറെ ഏത് തരത്തിലുള്ളതായാലും വയറിലേക്ക് കേടുകൂടെ പോകും. കാരണം ദഹനേന്ദ്രിയ വ്യവസ്ഥ ക്ലിയർ ആവും. സോഡിയം കുറഞ്ഞാൽ മൊസാംബിയുടെ ജ്യൂസ് പെട്ടെന്ന് കയറും. ആയുർവേദ മരുന്നുകളിൽ ദശമൂല ഹരിതകയോ കഴിക്കുന്നുണ്ടെങ്കിൽ സോഡിയം കുറയില്ല. സോഡിയം ഇപ്പോൾ കുറയുന്നതിന് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപ്പാണ് അയോഡൈസ്ഡ് ആയതുകൊണ്ടാണ്. നമ്മളുടെ ശരീരത്തിന് അയോഡൈസ്ഡ് ഉപ്പ് സ്വീകരിച്ച് ശീലമില്ല. സാൽമ്യമല്ലാത്ത ഒരു സാധനം ഗവൺമെൻറ് ഇറക്കി ടാറ്റയ്ക്ക് വേണ്ടി. ടാറ്റയുടെ സോപ്പ് കമ്പനിയുടെ വേസ്റ്റ് ഇന്ത്യൻ ജനതയെ തീറ്റുന്നതിന് വേണ്ടി കൃത്യമായ കമ്മീഷൻ അടിച്ച ഏർപ്പാടാണ്. അതിന് സുപ്രീം കോടതി വരെ പോയ ചില ആളുകൾ വിധി വാങ്ങിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന്. അയോഡൈസ്ഡ് ഉപ്പ് വിൽക്കാൻ പാടില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും സമ്മതിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ അയോഡൈസ്ഡ് അല്ലാത്തത് കിട്ടും, കേരളത്തിൽ അയോഡൈസ്ഡ് അല്ലാത്തത് കിട്ടില്ല. കല്ലുപ്പായാലും കിട്ടില്ല. കല്ലുപ്പ് മേടിച്ചുകൊണ്ടും കാര്യമില്ല, ഇന്ദുപ്പിലേക്ക് മാറുക. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ചെന്ന് കല്ലുപ്പ് വാങ്ങിക്കുക. അത് വിൽക്കാൻ പാടില്ലെന്നാണ്. ഏതെങ്കിലും കടയിലുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് എടുത്തുകൊണ്ട് പോകും. വളരെ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തിന് ആകെ താതിരിപ്പൂ കഷായം കൊടുത്താൽ മതി. ഞങ്ങൾ റിസൾട്ട് കാണിക്കും. ഡോക്ടർ ബാബുരാജ് എന്ന് പറഞ്ഞൊരു രോഗി, അയാൾ ഫാക്ടർ 7 and ഫാക്ടർ 8 ആ പേപ്പർ അവിടെ ഉണ്ടായിരുന്നില്ല, എടുത്തില്ല. അത് നല്ല ഗംഭീരമായ റിസൾട്ടാണ്. ഫാക്ടർ 7 and ഫാക്ടർ 8. അതിൽ ബ്ലീഡിങ് നിൽക്കാനായിട്ട് കൊടുത്ത താമരയല്ലി, വെണ്ണ, പഞ്ചസാര. പക്ഷെ രോഗം മാറിയത് അതുകൊണ്ടല്ല, താതിരിപ്പൂ മാത്രം കാരണം. താതിരിപ്പൂവിനെ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്താൽ മതി, ഹീമോഫീലിയയ്ക്ക് റിസൾട്ട് കിട്ടും. ഹീമോഫീലിയയിൽ അവർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സ്റ്റീറോയിഡാണ്. പയ്യെ ടാപ്പർ ചെയ്ത് നിർത്തുകയും ചെയ്യും. ആൾ സുഖമായി ജീവിച്ചിരിപ്പുണ്ട്, കല്യാണം കഴിച്ചു, പിള്ളേരുണ്ടാവില്ല എന്ന് പറഞ്ഞ് പിള്ളേരും ഉണ്ടായി, സുഖമായിരിക്കുന്നു. ലോക്കൽ അനസ്തേഷ്യയുടെ അഭാവം ആയുർവേദ ശാസ്ത്ര അനുശസ്ത്ര കർമ്മങ്ങളെ ബാധിക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻ ലോക്കൽ അനസ്തേറ്റിക് ഉപയോഗിക്കേണ്ടി വരുന്നു. ആയുർവേദത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ജനറൽ അല്ലെങ്കിൽ ലോക്കൽ അനസ്തേറ്റിക് മരുന്നുകൾ ഉണ്ടോ? ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം സർജറി അവർ സമ്മതിക്കുമോ? അനസ്തേഷ്യ ഉണ്ടെങ്കിൽ തന്നെ സമ്മതിക്കും. എങ്കിൽ അനസ്തേഷ്യ ആയുർവേദത്തിലുണ്ട്. അനസ്തേഷ്യയൊക്കെ പോയത് ആയുർവേദത്തിൽ നിന്ന് മാത്രമാണ്. നായ്ക്കുരണപ്പരിപ്പും വെടിയുപ്പും ചേർന്നാൽ ബോധത്തെ മണിക്കൂറുകൾ തടഞ്ഞു നിർത്താം. ആയുർവേദ ഗ്രന്ഥങ്ങളിലെ സർജറി ഗ്രന്ഥങ്ങളെടുത്ത് നിങ്ങൾ ഡീപ്പായി പഠിക്കുമെങ്കിൽ സുശ്രുതൻ എങ്ങനെയാണ് സർജറി ചെയ്തത്, ദി ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഇൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് പാർക്ക് ഡേവീസിൻ്റെ കുറേ പടങ്ങളുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ വയസ്സായ അലോപ്പതി ഡോക്ടർമാരുടെ റൂമുകളിൽ അത് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മെല്ലെ ചെന്ന് എടുത്താൽ അതിലെ ഹിന്ദു സർജൻ നോണാസ് സുശ്രുത, അദ്ദേഹം ചെയ്യുന്ന ആ സർജറി അല്ല, പ്ലാസ്റ്റിക് സർജറി അല്ല, കോസ്മെറ്റിക് സർജറിയാണ്. ഏതായാലും കോസ്മെറ്റിക് സർജറിക്ക് എത്ര വർഷമായിട്ടുണ്ടാവും ആയുസ്സുണ്ടായിട്ട്? കോസ്മെറ്റിക് സർജറി വന്നിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? ഏതാണ്ട് പറഞ്ഞു, മാക്സിമം പറഞ്ഞു, മാക്സിമം പറഞ്ഞു. നിങ്ങൾക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു 50 കൊല്ലം. കോസ്മെറ്റിക് സർജറി വന്നിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും? 20 കൊല്ലം. ഞാൻ 50 കൊല്ലം വരെ വിട്ടുതരാം. സുശ്രുതൻ അന്ന് ചെയ്തത് കോസ്മെറ്റിക് സർജറിയാണ്, ആർട്ടിഫിഷ്യൽ ഇയർ വെച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ചിത്രമാണ് ഇന്ത്യക്കാർ പബ്ലിഷ് ചെയ്തല്ല, പാർക്ക് ഡേവീസ് പബ്ലിഷ് ചെയ്തതാണ്. അന്ന് എന്ത് സാധനമാണ് ചൈതന്യ നിഹന്ത്രുകമായി കൊടുത്തത്? സുശ്രുത സംഹിതയ്ക്കകത്തുണ്ട്. ഒരു പ്രത്യേകതരം ആൽക്കഹോളാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതില്ലായിട്ടല്ല, നിങ്ങൾ സർജറി പഠിച്ചാലും കേരളത്തിൽ നിങ്ങൾ ചെയ്യാൻ സമ്മതിക്കില്ല. ബനാറസ് ഹിന്ദു സർവകലാശാല മോഡേൺ മെഡിസിൻ്റെയും ആയുർവേദത്തിൻ്റെയും ഡോക്ടർമാരെ ഒരുമിച്ചിരുത്തിയാണ് സർജറി പഠിപ്പിക്കുന്നത്. കർണാടകത്തിൽ പ്രസിദ്ധനായ ശർമ്മ സർജറി നിർവഹിക്കുന്നുണ്ട്. സുശ്രുതൻ ഉപയോഗിച്ച വസ്തുക്കളൊക്കെയാണ് അണുക്കൾ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ക്യാൻസറുള്ള ആയുർവേദ പേഷ്യൻസൊക്കെ വരികയാണെങ്കിൽ മെല്ലെ ഒരു കാര്യം ചെയ്യുക, കാരണം ഇവിടുന്ന് അങ്ങോട്ട് റെഫർ ചെയ്യുക. അങ്ങനെയായി കുറേ എണ്ണം അവിടെ ചെയ്ത് കഴിയുമ്പോൾ രോഗികൾക്ക് വിശ്വാസം വരുവാതി.
അപ്പോൾ നാട്ടിലിത് വേണമെന്നുള്ള രോഗികളുടെ ആവശ്യം വരും. അപ്പോൾ ഗവൺമെൻറ് വഴങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അവരുടെ സംഘടിത പ്രസ്ഥാനങ്ങളോട് വഴങ്ങുന്നത്? എക്കണോമിയാണിത്, നോളജല്ല. നിങ്ങളത് സമ്പാദിച്ച് നിങ്ങളാണ് മോളി വരുന്നതെങ്കിൽ നിങ്ങളാവും. ഇത്രയേ ഉള്ളതിൻ്റെ കാര്യം. ക്ലിയർ? അപസ്മാരം വളരെ പെട്ടെന്ന് മാറുന്ന ഒരു രോഗമാണ്. അതിനൊരു യോഗം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപസ്മാരാന്തക കഷായം എന്ന് പറഞ്ഞൊരെണ്ണമാണ്. പഴയ മണ്ണാന്മാരാണ് ഏറ്റവും കൂടുതൽ അപസ്മാരത്തെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മരുന്നുകളെല്ലാം വളരെ എളുപ്പമാണ്, അതിൻ്റെ കൃതം. പക്ഷേ അത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട്, കാക്കച്ചോര, കാരാമച്ചോര മുതലായ മരുന്നുകളെല്ലാം അത് ചേർത്ത് നെയ്യ് കാച്ചണം. അങ്ങനെയുള്ള നെയ്യുണ്ട്. പിന്നെ ആയുർവേദത്തിൽ ഒരു ഒട്ടേറെ കഷായങ്ങൾ അപസ്മാരത്തിന്, ഒന്നോ രണ്ടോ അല്ല, പലങ്കഷാദ്യം മുതലായ തൈലങ്ങളുണ്ട്, മഹാപൈശാചികം മുതലായ കൃതങ്ങളുണ്ട്. ഇവയൊക്കെ ഫലപ്രദമാണ്. ഇതല്ലാതെ പൊടിക്കൈകളുണ്ട്. മുഞ്ഞയിലയും വെളുത്തുള്ളിയും അരച്ച് കുറേ നാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാം. ഭൂനാഗം, കുഴിയാന, തലമുടി, ഇത് 3 നെയ്യിൽ വറുത്ത് ആ നെയ്യിൽ അരച്ച് നെറുകയിൽ തളമിട്ടാൽ കൺട്രോൾ ചെയ്യാം. വളരെ കൺട്രോൾ ചെയ്തു. ഈ ഭൂനാഗത്തെ ശുദ്ധി ചെയ്ത് അകത്ത് കൊടുത്താലോ ഭൂനാഗ പ്രസാരണി കാച്ചി കൊടുത്താലോ കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു വകുപ്പ് മാത്രമാണ്. അതായത് എപ്പോഴെങ്കിലും കുട്ടിക്ക് മോളിബ്ഡീനം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാകും. ആ അപസ്മാരം ലിവറിലെ കോപ്പർ കുറഞ്ഞു പോയതാണ്. ലിവറിലെ കോപ്പറിൻ്റെ ജാരനാണ് മോളിബ്ഡീനം. ആധുനിക കാലത്ത് കേരളത്തിൽ 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പീഡിയാഷുവർ എന്നൊരു സാധനം ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ആയുർവേദക്കാർ പഠിക്കുക. അതിനകത്ത് മോളിബ്ഡീനുണ്ട്, ക്രോമിയമുണ്ട്, കോപ്പറും ചേർത്തിട്ടുണ്ട്. കോപ്പർ അരിച്ചു പോകും. കോപ്പറും മോളിബ്ഡീനം അരിച്ചു പോകും. നിങ്ങളിന്ന് ഒരുപാട് വീടുകൾക്ക് വളരെ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റ് കണ്ടിട്ടുണ്ട്. ആ പെയിൻറ്റ് പിള്ളേർ നക്കുപോലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോളിബ്ഡീനകത്തില്ല, അരിച്ചു പോകും. പശു കുടിച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ കോപ്പർ അരിച്ചു പോകും, പശു ചത്തുപോകും, തളർന്നു പോകും. അത് പെയിൻറ്റിൽ നിന്ന് വരുന്നതാണ്. പെയിൻറ്റും മറ്റും ഉപയോഗിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ്. വളരെ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റുകളിൽ മോളിബ്ഡീനത്തിൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ചുറ്റുപാടുകളെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവുക, രോഗിക്ക് അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വന്നതാണെങ്കിൽ ഭൂനാഗം ശുദ്ധി ചെയ്ത് മണ്ണിര, അത് നാടൻ മണ്ണിര, മറ്റേ മണ്ണിര പ്രയോജനമില്ല, അതിനകത്ത് കോപ്പറില്ല. മണ്ണിരയെ എടുത്ത് വളർത്തി അതിൻ്റെ അകത്തെ മണ്ണ് മോരിലിട്ടോ പാലിലിട്ടോ കളഞ്ഞ് അത് ചെറുതായി എടുത്ത് അതിൻ്റെ സത്വം എടുത്തു കഴിഞ്ഞാൽ ചെമ്പാണ്. ആ ചെമ്പിന് ക്ലാവുണ്ടാവില്ല. ചെമ്പ് നമുക്ക് എടുക്കാം. ആയുർവേദത്തിൽ പ്രോസസ്സുണ്ട്. ആ ചെമ്പകത്തി എന്ന് കഴിഞ്ഞാൽ ലിവറിൽ അത് ചെല്ലും, മാറും. കുപ്രമറ്റ് എന്ന് പറയുന്ന ഹോമിയോയുടെ മരുന്ന് കൊടുത്താൽ മാറും. അത് കൂടാതെ നിങ്ങൾ ചെമ്പിൻ്റെ താമ്ര ഭസ്മം, താമ്ര സിന്ദൂരം നല്ലപോലെ പുടം ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, കൊടുത്താൽ മാറും. പക്ഷെ ഇതെല്ലാം ലിവറിൽ വരുന്നതിന് മാത്രമാണ്. ഹാർട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, നെർവിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ബ്രെയിനിൻ്റെ വലതുപാർശ്വവും ഇടതുപാർശ്വവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ബ്രെയിനിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ അളവിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവും. ഇവയെല്ലാം വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു 100,000 റെമഡികളുണ്ട് അപസ്മാരത്തിന് മാത്രം. അപസ്മാരം ഉന്മാദ പ്രതിഷേധം എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ നിലയ്ക്ക് കുട്ടിക്കാലം മുതൽ കൊടുക്കാൻ 100 കണക്കിന് മരുന്നുണ്ട്. എല്ലാ മരുന്നും ഫലപ്രദമാണ്. അതിലേറ്റവും ഫലപ്രദമാണ് മഹാപൈശാചിക കൃതം. എനിക്ക് തോന്നുന്നു ഔഷധി മാത്രമേ ഇറക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? ഔഷധിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ഇറക്കുന്നുണ്ടേ? CNN ഇറക്കുന്നുണ്ടാവും. CNN അപ്പോൾ ചികിത്സയുണ്ട്, അതുകൊണ്ടാണ് CNN. ആയുർവേദ ഫാർമസിക്കുണ്ടാവും. ഉണ്ടെങ്കിൽ അവിടെ കാണും. മറ്റേ ഔഷധിയിലാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് കാരണം വെച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇറക്കിക്കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മാറും. പലങ്കഷാദ്യം തൈലവും നല്ലതാണ്. പലങ്കഷാദ്യം തൈലവും നല്ലതാണ്, വളരെ ഫലപ്രദമാണ്. കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്, കുറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും കൂടാതെ അരുതയുടെ നീര് കുട്ടിക്കാലത്താണെങ്കിൽ കുറേശ്ശെ കൊടുത്താൽ മാറും. കുരുമുളകും മുത്തലും കൊടുത്താലും മാറും.
പെയിൻ തോതം. സാധാരണഗതിയിൽ ആയുർവേദ മരുന്നിലെ ഏത് കൊടുക്കുമ്പോഴും സിസ്റ്റത്തിലായതുകൊണ്ട് ആ രോഗിക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മോഡേൺ മെഡിസിൻ വന്നതും മോഡേൺ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴുമാണ് ഈ പെയിൻ, ലോക്കലായിട്ടുള്ള പെയിൻ എല്ലാം വളരെ കൂടുതലായി വന്നിരിക്കുന്നത്. സാധാരണ സ്രോതോരോധമില്ലാത്ത ഒരു രോഗിക്ക് പെയിൻ ഉണ്ടാവില്ല എന്നുള്ളത് കോമൺ സെൻസാണ്. അപ്പോൾ സ്രോതോരോധമാണ് പെയിൻ. സ്രോതോരോധത്തിനുള്ള ഏത് ഔഷധം കൊടുത്താലും പെയിൻ നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം അതിന് ഫലപ്രദമാണ്. എന്നാൽ ലോക്കലായിട്ട് ക്യാൻസറിൻ്റെയും മറ്റും പെയിൻ വളരെ കൂടുതലായി വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ നന്ദ്യാർ വട്ടത്തിൻ്റെ വേര് കഷായം, നന്ദ്യാർ വട്ടത്തിൻ്റെ വേര് കഷായം, അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ തല, തൊട്ടാവാടി, ഇതൊക്കെ ചേർത്തുള്ള നീര്, ചേർത്ത് യോജിപ്പിച്ചുള്ള നീര്, അതുപോലെ പ്ലാശിൻ്റെ തൊലി, മുരിങ്ങവേരിൻ്റെ നീര്, ഇതെല്ലാം പെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. കുറയ്ക്കാൻ മാത്രമല്ല, പോകാനും നല്ലതാണ്. പിന്നെ വളരെ ഫലപ്രദമായ ഒന്നാണ് ഗോതമ്പി ഭസ്മം. വെറ്റില നീരിൽ ലേശം കൊടുത്താൽ മതി, പെയിൻ അപ്പം നീ. ഗോതമ്പി വളരെ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ക്യാൻസറിലും ഒക്കെ. അത് സാധാരണ സ്ത്രീരോഗങ്ങളിൽ അതിൻ്റെ പ്രോബ്ലം വരുമ്പോഴേ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയിൽ സുകുമാരൻ കഷായം, നിമ്പാമൃതാദി, ഫലഘൃതം അല്ലെങ്കിൽ ഫലസർപ്പീസ്, ഒരു മഹാകല്യാണഘൃതം, എള്ള്, ശർക്കര, ജീരകം 4, അരി 6, പിന്നെ ദേവതാരം, മല്ലി, ഇത്രയും സാധനങ്ങൾ ഇടിച്ചു കൂട്ടി വെച്ച് കൊടുക്കുക. വളരെ ഫലപ്രദമായി കണ്ടിട്ടുള്ള പ്രയോഗമാണ്. അതേപോലെ അശോകാരിഷ്ടവും പാർത്ഥാരിഷ്ടവും ധാന്വന്തരം ഗുളിക ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതിയോ? ഇത് ഒറ്റയ്ക്ക് ചെയ്യാം, ഓരോന്നായി ചെയ്യാം, 2 at a time ചെയ്യാം, എല്ലാം ചെയ്യാം. ചെമ്പരത്തിമുട്ടും നല്ലതാണ്. നിങ്ങളത് ഗുന്മത്തിൻ്റെ പല വിഭാഗങ്ങളായി ഗുന്മ സംബന്ധികളായ ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിച്ചാൽ ഏറ്റവും ഫലപ്രദമായിരിക്കും. പിന്നെ ആ രോഗരംഗത്ത് ഏറ്റവും ഫലമുള്ളതാണ് അശോകത്തിൻ്റെ തൊലി, പൂണൂൽ പരുത്തി, അബ്രോമ അഗസ്റ്റ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. പൂണൂൽ പരുത്തി അല്ല, പൂണൂൽ മറ്റേ ഒലാട്ട് കമ്പലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അതെല്ലാം ഇതിന് ഫലപ്രദമാണ്, ക്യുക്കായിട്ട് ഫലം തരുന്നതുമാണ്. വളരെ ഫലപ്രദമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഞാൻ പറഞ്ഞ ആ യോഗ ഗ്രന്ഥത്തിലോ മറ്റോ ഉണ്ടായിരുന്നുണ്ടോ? അത് മനസ്സിലായി. അത് കൊടുത്താൽ വളരെ ഫലപ്രദമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങേയറ്റം ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ കൂട്ട് പല ആളുകളുടെയും കയ്യിലുണ്ട്. ഞാൻ